കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ വിപ്ലവ വീര്യത്തിന്റെയും പോരാട്ടങ്ങളുടെയും കത്തുന്ന സ്മരണകൾ ഇരുമ്പുന്ന മണ്ണാണ് കൂത്തുപറമ്പ്. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങുമ്പോൾ കേരളം ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹോട്ട്സ്പോട്ടുകളിലൊന്നായി ഈ മണ്ഡലം മാറിക്കഴിഞ്ഞു. വെറുമൊരു തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിനപ്പുറം കൂത്തുപറമ്പിന്റെ മണ്ണ് ഇന്നും സാക്ഷ്യം വഹിക്കുന്നത് ചരിത്രപരമായിട്ടുള്ള വൈകാരികതകൾക്കും രാഷ്ട്രീയ നിലനിൽപ്പിനായുള്ള വടംവലികൾക്കുമാണ്. 1994 നവംബർ 25 ആ കറുത്ത ദിനം. കൂത്തുപറമ്പ് വെടിവെപ്പ് ഇന്നും ഈ മണ്ഡലത്തിലെ ഓരോ വോട്ടറുടെയും ഉള്ളിൽ ഒരു കനലായി അവശേഷിക്കുന്നുണ്ട്. സഹകരണ മേഖലയിലെ സ്വകാര്യവൽക്കരണത്തിനെതിരെ DYFI നടത്തിയ പ്രതിഷേധത്തിന് നേരെ നടന്ന പോലീസ് വെടിവെപ്പിൽ 5 യുവ പോരാളികളാണ് രക്തസാക്ഷികളായത്. ദീർഘകാലം കിടപ്പിലായിരുന്ന പുഷ്പന്റെ വിയോഗം കഴിഞ്ഞ് 1 വർഷം പിന്നിടുമ്പോൾ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ സ്മരണകൾ ഇടതുപക്ഷത്തിന് വലിയ തോതിലുള്ള വൈകാരിക വോട്ടുകൾ സമാഹരിക്കാൻ സഹായിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കൂത്തുപറമ്പ് വെറുമൊരു സീറ്റല്ല, മറിച്ച് തങ്ങളുടെ രാഷ്ട്രീയ അടിത്തറയുടെ അടയാളമാണ്. നിലവിലെ MLA ആയിട്ടുള്ള KP മോഹനൻ ഇത്തവണ തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ അതിനിർണായകമായിട്ടുള്ള ഡബിൾ ഹാട്രിക് പോരാട്ടത്തിനാണ് തയ്യാറെടുക്കുന്നത്. സോഷ്യലിസ്റ്റ് ജനതയുടെയും പിന്നീട് LJDയുടെയും ഇപ്പോൾ RJDയുടെയും ഭാഗമായ KP മോഹനൻ മുൻമന്ത്രി PR കുറുപ്പിന്റെ രാഷ്ട്രീയ പാരമ്പര്യം പേർന്ന നേതാവാണ്. 2021 LDF പാളയത്തിലെത്തി മണ്ഡലം തിരിച്ചുപിടിച്ച മോഹനൻ തന്നെ ഇത്തവണയും മത്സരിക്കണമെന്ന താല്പര്യം ഒരു വിഭാഗത്തിനുണ്ടെങ്കിലും RJDക്കുള്ളിൽ തന്നെ വലിയൊരു വിഭാഗം തലമുറ മാറ്റം എന്ന ആവശ്യം ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. മോഹനൻ ഇത്തവണ മാറി നിൽക്കണമെന്നും പകരം അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠപുത്രനും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുമായ PK പ്രവീണിനെ മത്സരിപ്പിക്കണമെന്നുമാണ് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ ആവശ്യം. ശ്രേയാംസ് കുമാറുമായുള്ള പ്രവീണിന്റെ അടുത്ത ബന്ധവും യുവാക്കൾക്കിടയിലുള്ള സ്വാധീനവും അദ്ദേഹത്തിന് അനുകൂല ഘടകങ്ങളാണ്. എന്നാൽ ഈ ചർച്ചകൾക്കിടയിലാണ് CPM പ്രാദേശിക നേതൃത്വത്തിൽ നിന്ന് മണ്ഡലം നേരിട്ട് ഏറ്റെടുക്കണമെന്ന ആവശ്യമുയരുന്നത്. കൂത്തുപറമ്പ് വെടിവെപ്പിന്റെയും പുഷ്പന്റെ രക്തസാക്ഷിത്വത്തിന്റെയും വൈകാരികത ഉയർത്തിപ്പിടിക്കുന്ന CPMനെ മണ്ഡലം ഘടകകക്ഷികൾക്ക് വിട്ടുകൊടുക്കുന്നതിൽ ചെറിയൊരു അതൃപ്തി നിലനിൽക്കുന്നുമുണ്ട്. പ്രത്യേകിച്ച് പാനൂർ, കൂത്തുപറമ്പ് നഗരസഭകളിലും കുന്നോത്തുപറമ്പ്, മൊകേരി, പാട്യം തുടങ്ങിയ പഞ്ചായത്തുകളിലും CPMനുള്ള കരുത്തായ അടിത്തറ പരിഗണിക്കുമ്പോൾ പാർട്ടി ചിഹ്നത്തിൽ ഒരാൾ മത്സരിപ്പിക്കണമെന്ന വികാരം ശക്തമാണ്. KP പ്രശാന്തൻ, രവീന്ദ്രൻ കുന്നോത്ത് തുടങ്ങിയ പ്രാദേശിക നേതാക്കളുടെ പേരുകൾ ചർച്ചകളിലും സജീവമാണ്. UDF മണ്ഡലം തിരിച്ചുപിടിക്കാനായി ഇത്തവണ അത്യന്തം കരുതലോടെയുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് വിട്ടുകൊടുത്ത മണ്ഡലത്തിൽ പൊട്ടക്കണ്ടി അബ്ദുള്ളയായിരുന്നു സ്ഥാനാർത്ഥി. പരാജയപ്പെട്ടെങ്കിലും മണ്ഡലം സജീവമായി തുടരുന്ന അബ്ദുള്ളയ്ക്ക് തന്നെ വീണ്ടും ഒരവസരം നൽകണമെന്നുള്ളതാണ് ലീഗിന്റെ ഭൂരിപക്ഷം. എന്നാൽ കോൺഗ്രസിനുള്ളിലെ ഒരു വിഭാഗം ഈ സീറ്റ് തിരികെ വേണമെന്ന ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് സൈനുൽ ആബിദീൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി ഷാഹുൽ ഹമീദ്, MSF സംസ്ഥാന ജനറൽ സെക്രട്ടറി CK നജാഫ് എന്നിവരും പരിഗണനാ പട്ടികയിലുണ്ട്. BJPയുടെ വളർച്ചയാണ് മുന്നണികളെ ആശങ്കയിലാഴ്ത്തുന്ന മറ്റൊരു ഘടകം. കഴിഞ്ഞ 2 തവണയും BJP സ്ഥാനാർത്ഥിയായിരുന്ന C സദാനന്ദൻ മണ്ഡലത്തിൽ ഗണ്യമായ വോട്ടുകൾ സമാഹരിച്ചിരുന്നു. ഇത്തവണ മുൻ ജില്ലാ അധ്യക്ഷൻ P സത്യപ്രകാശിന്റെ പേരിനാണ് മുൻഗണന. കൂടാതെ ജനറൽ സെക്രട്ടറി G ഷിജിലാലും പരിഗണനയിലുണ്ട്. BJP പിടിക്കുന്ന വോട്ടുകൾ ആരുടെ ഭൂരിപക്ഷത്തെയാവും ബാധിക്കുക എന്നതും നിർണായകമാണ്. ചുരുക്കത്തിൽ പുഷ്പന്റെ മരണശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ വലിയൊരു വൈകാരിക തരംഗം സൃഷ്ടിക്കാൻ ഇടതുപക്ഷത്തിന് സാധിച്ചേക്കും. എങ്കിലും RJDയിലെ സ്ഥാനാർത്ഥി തർക്കങ്ങളും UDFന്റെ തിരിച്ചുപിടിക്കൽ തന്ത്രങ്ങളും BJPയുടെ മുന്നേറ്റവും കൂത്തുപറമ്പിലെ പോരാട്ടത്തെ പ്രവചനാതീതമാക്കുന്നുണ്ട്.